അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആകാശഭൂമികളെ പടയ്ക്കുന്നതിന് മുമ്പ് അള്ളാഹു ഒരു മലക്കിനെ പടച്ചു. ആ മലക്കിന് 1000 തലയുണ്ട്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ഓരോ മുഖത്തും 1000 വായുണ്ട്. ഓരോ വായിലും 1000 നാക്കുണ്ട്. ഇത്ര കോടാനകോടി നാക്കുകൾ കൊണ്ട് ഈ മലക്ക് ആകാശഭൂമികൾ പടയ്ക്കുന്നതിന് മുമ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെ ഈ മലക്കിന്റെ ജോലി അല്ലാഹുവിന്റെ ഈ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി തങ്ങൾ പറയുന്നു. കോടാന കോടി നാക്കുകൊണ്ട് പടച്ചവന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1000 തലയുള്ള, ഓരോ തലയിലും 1000 മുഖമുള്ള, ഓരോ മുഖത്തും 1000 വായുള്ള, ഓരോ വായിലും 1000 നാക്കുള്ള ഈ മലക്കൊരു ദിവസം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ, എന്നെക്കാളും നിന്റെ സൃഷ്ടികളിൽ ഉന്നതരായി ആരെങ്കിലും നീ പടച്ചിട്ടുണ്ടോ? അല്ലാഹു തആല മലക്കിനോട് പറഞ്ഞു, അതെ, ഇറച്ചി വെട്ടുകാരനായ ഒരു സഹോദരൻ നിന്നെക്കാളും എന്നേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണ്. മലക്ക് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ആ മനുഷ്യനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് നൽകണം. മടക്കമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ രണ്ടാമതായി പ്രവാചകനുമായുള്ള ബന്ധം ശരിയാക്കുക എന്നതാണ്. പ്രവാചകന്റെ ചര്യകൾക്ക് വലിയേറെ മഹത്വങ്ങളുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. താഴെ വീണ ഭക്ഷണം നിങ്ങൾ എടുത്തു കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീഴുന്ന ഭക്ഷണം നിങ്ങൾ എടുത്തു കഴിക്കണം. ബിസ്മി പറഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാവോ. ബിസ്മി പറയാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത് ശൈത്താനാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വികാര ചിന്തകൾ ഉണ്ടായിത്തീരും. നീ നിന്റെ വാപ്പാടെ മുഖത്ത് നോക്കി, നിന്റെ ഉമ്മാടെ മുഖത്ത് നോക്കി എന്ന് പോലും പറയല്ലേ സഹോദരാ, പറയല്ലേ സഹോദരാ. ചെറുപ്പത്തിൽ നീ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മ കല്യാണത്തിന് വേണ്ടി പോകാൻ അവിടുന്ന് വസ്ത്രങ്ങളെല്ലാം ധരിച്ചിട്ട് നിനക്കും വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് തന്നിട്ട് തോളിലേക്ക് നീ അവർ നിന്നെ എടുത്തിട്ടപ്പോഴല്ലേ നീ ആ ഉമ്മാടെ ശരീരം മുഴുവനും കാട്ടിച്ചത്, ആ ഉമ്മാടെ ശരീരം മുഴുവനും മൂത്രിച്ചത്. ആ ഉമ്മ കല്യാണത്തിന് പോകാതെ പാപ്പായ പറഞ്ഞു വിട്ട ദിവസങ്ങളില്ലേ. വലാതകുല്ലഹുമാ, അതുകൊണ്ട് മാതാപിതാക്കളോട് നീ എന്ന് പറയാൻ പാടില്ല. ഫിറഔനും ഖാറൂനും സദ്ദാദും ഒക്കെ ഈ പ്രപഞ്ച ലോകത്തിൽ ജീവിച്ചു. അവരെല്ലാവരും മരണപ്പെട്ടു പോയി സഹോദരാ. അവരെല്ലാവരും ഈ ലോകത്തിൽ നിന്നും മടക്കമില്ലാത്ത യാത്രയിലേക്ക് പോയി കഴിഞ്ഞു. എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നീ ഓർക്കണേ. കമ്മിൻ ഫസൻ യുസ്ബി വയുംസി വലാഹിക വഅക്ഫാനുഹു യുസ്ജലു വഅന്നഹു ലാ യദ്രി. നിന്നെ പൊതിയാനുള്ള തുണി തൊട്ടടുത്ത കടയില്, കടിയാവരത്ത് കടയില് നിന്നെ പൊതിയാനുള്ള കഫൻ പുടവ എത്തിയിട്ടുണ്ട് എന്ന ചിന്തയിൽ വേണം നീ ജീവിക്കാൻ. ലൗകാനത്തി ദുനിയാ തദൂമൂന വാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ പ്രപഞ്ചത്തിൽ കാലാകാലമാരെങ്കിലും ജീവിക്കുമായിരുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ മാത്രമേ ജീവിക്കുമായിരുന്നുള്ളൂ. ഹബീബായ നബി തങ്ങളും 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞെങ്കിൽ, വഫാത്തായെങ്കിൽ മടക്കമില്ലാത്ത യാത്രയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ വിഭവങ്ങൾ നമുക്ക് വേണം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മടക്കമില്ലാത്ത യാത്രയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ പുറത്തേക്ക് വരുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുമായിരുന്നു, യാ ലൈതനീ ലം തൽവിനി ഉമ്മി. മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് എന്നെ ഉമ്മ പ്രസവിക്കാതിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, രക്ഷകർത്താക്കളെ, ഞാനും നിങ്ങളും മടക്കമില്ലാത്ത ഒരു യാത്രയിലേക്ക് പോവുകയാണ് സഹോദരങ്ങളെ. മടങ്ങി വരാത്ത യാത്രയാണ്. ആ മടക്കമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടി എന്താ ഞാനും നിങ്ങളും കരുതി വെച്ചിട്ടുള്ളത്?